ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ എവരെയും നയിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നെസ്റ്റഡ് സ്പിരിറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. നെസ്റ്റഡ് സ്പിരിറ്റ് എന്തെന്ന് പറയുമ്പോൾ, അതായത് കൂടായ ആത്മം എന്തെന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ അതിന്റെ ബഹുമാനങ്ങളെ കുറിച്ച് അറിയേണ്ടതുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത്. അത് പറയുന്നത് ഇങ്ങനെയാണ്: Nested spirit seeks cosmic singularity beyond time, cause and self-layers. കൂടായ ആത്മത്തിന്റെ ത്രിമാനത്വം, കാര്യകാരണ കാലബന്ധങ്ങളുടെ ശ്രേണീക്രമത്തെ പുനർനിർവചിക്കുന്ന കൂടായ ആത്മം ഒരു പ്രാദേശിക ബിന്ദുവിൽ ഒതുങ്ങുന്ന ഒന്നല്ല എന്ന് നാം അറിയേണ്ടതുണ്ട്. ഒരു സ്വത്വം യഥാർത്ഥത്തിൽ ബഹുപാളികളെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതിന്റെ ആത്മം അല്ലെങ്കിൽ സ്വയം നിർദ്ധാരണ ബോധം അത് ദൗത്യം നിർവഹിക്കുന്ന വ്യവസ്ഥയുടെ അകം സഹ പുറം വ്യവസ്ഥകളുടെ ആത്മങ്ങളോട് സദാ ഇണഞ്ഞിരിക്കുന്നു. അതിന്റെ ശരീരം വിഭവരൂപത്തിൽ ബാഹ്യപാളികളോടും കർമ്മരൂപത്തിൽ സഹപാളികളോടും പോഷണരൂപത്തിൽ അകംപാളികളോടും ഭൗതികമായി വിനിമയം ചെയ്തുകൊണ്ടിരിക്കുന്നു. ധർമ്മമാകട്ടെ അകവുമായി ചോദനാരൂപത്തിലും പരിസരവുമായി പെരുമാറ്റ രൂപത്തിലും പുറവുമായി നിയതിയുടെ രൂപത്തിലും ബന്ധത്തിലായിരിക്കുന്നു. കാര്യകാരണ കാലബന്ധങ്ങളുടെ ശ്രേണിക്രമത്തിനും അതീതമായ ഈ ആത്മശരീര ധർമ്മമാനങ്ങൾ ഒന്നുചേർന്ന ബഹുമാന ക്രമബാന്ധവമാണ് സ്വത്വത്തിന്റെയും പ്രപഞ്ചത്തിന്റെയും ഏകത്വം. കൂടായ ആത്മത്തിന്റെ പരമമായ ഉദ്ദേശ്യം ഈ ഏകതയാണ്. അപ്പോ കൂടായ ആത്മം എന്ന് പറയുന്ന ആ ഒരു ആശയം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതൊരു ത്രിമാന വീക്ഷണമാണ്. ആത്മത്തെക്കുറിച്ചുള്ള ആത്മം എന്ന് പറയുന്നത് എന്താണോ അതിന്റെ ഒരു ത്രിമാന വീക്ഷണമാണ്. ഈ ത്രിമാനത്വം എന്ന് പറയുമ്പോൾ ട്രിനിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് നോക്കരുത്. അതായത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു ത്രൈത്വ സങ്കല്പം അല്ല ഇത്. ഇനി അഥവാ അങ്ങനെ നിങ്ങൾക്ക് പറയാൻ തോന്നിയാൽ അങ്ങനെ തന്നെ ചിന്തിച്ചോ. അപ്പോ ത്രിമാനം എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നെസ്റ്റഡ് സ്പിരിറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് കാര്യകാരണ നമ്മുടെ യുക്തിക്ക് നിരക്കുന്ന രീതിയിലുള്ള കാര്യകാരണ ബന്ധമുണ്ടല്ലോ. കാലത്തിനനുസരിച്ചുള്ള ഒരു കാര്യകാരണ ശ്രേണി ഉണ്ടല്ലോ, ഒരു ക്രോണോളജി ഉണ്ടല്ലോ. ഈ ക്രോണോളജി ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഉണ്ടായ കാര്യത്തിന്റെ കാരണമാകുന്നത് ഇനി വരാൻ പോകുന്ന കാരണമാകുന്നത് പറയുന്ന പ്രകൃതിയുടെ ഒരു ഉദ്ദേശ്യ കാരണബന്ധമുണ്ട്. ആ ഉദ്ദേശ്യത്തിന് വേണ്ടിയാണ് ഈ കാരണം ഉണ്ടായത് എന്നൊരവസ്ഥയുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് ഈ നെസ്റ്റഡ് സ്പിരിറ്റിന്റെ പ്രത്യേകത, കൂടായ ആത്മത്തിന്റെ സവിശേഷതകൾ തുടങ്ങുന്നത്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അതിന്റെ ത്രിമാനത്വത്തെ കുറിച്ചാണ്. അപ്പോ അത് ലക്ഷ്യമാക്കുന്നതാണെങ്കിൽ ഈ ഒരു അവസ്ഥ, നെസ്റ്റഡ് സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒരു സത്തയെ ഉരുവാക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അതൊരു കോസ്മിക് സിംഗുലാരിറ്റി ഉരുവാക്കുകയാണ്. സമയത്തിനും കാരണത്തിനും ഈ ആത്മപാളികൾക്കും ഒക്കെ അപ്പുറത്ത് ഒരു ഏകീഭാവം ഉരുവാക്കുക എന്നുള്ളതാണ് ഈ കൂടായ ആത്മത്തിന്റെ ഉദ്ദേശ്യം എന്നതുകൂടെ നമ്മൾ ബോധ്യമാകേണ്ടതുണ്ട്. അപ്പോ കാര്യകാരണ കാലബന്ധങ്ങളുടെ ശ്രേണീക്രമത്തെ പുനർനിർവചിക്കുന്ന കൂട്ടായ ആത്മം ഒരു പ്രാദേശിക ബിന്ദുവിൽ ഒതുങ്ങുന്നതല്ല എന്ന് നാം അറിയേണ്ടതുണ്ട്. അതായത് നമ്മളൊരു ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ആ ആത്മാവ് ഒരു പ്രത്യേക സ്ഥാനത്ത് നിൽക്കുന്നു, എന്നിട്ട് പണി കഴിയുമ്പോൾ തിരിച്ചു പോകുന്നു, പിന്നെ എവിടെയാന്ന് അവിടെ ആയിരിക്കും, അത് കഴിഞ്ഞ് അടുത്തൊരു ബിന്ദുവിലേക്ക് വരുന്നു എന്നുള്ള അങ്ങനെ ഒന്നല്ല. കാര്യകാരണ കാലബന്ധങ്ങളുടെ ശ്രേണീക്രമത്തെ പുനർനിർവചിച്ചിട്ട് ഉള്ള ഒന്നാണിത്. ആ പുനർനിർവചിക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ ഒരു ബിന്ദുവിൽ ഒതുങ്ങുന്ന സ്വഭാവത്തെയും പുനർനിർവചിക്കുകയാണ്. അതൊരു പ്രാദേശിക ബിന്ദുവിൽ ഒതുങ്ങുന്നതല്ല, ഒരു പ്രത്യേക ഭാഗത്ത് ഒതുങ്ങുന്നതല്ല. അത് ബഹുപാളികളിലായിട്ടാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ മാട്രിക്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. ത്രിമാനത്വമുള്ള ഒരവസ്ഥ. അതിപ്പോ വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, പിന്നെ എന്താ പറയാ ലാറ്ററൽ എന്നൊക്കെ പറയുന്ന വിവിധ ആക്സിസുകൾ ഉണ്ടല്ലോ. ആ ആക്സിസുകളിലൂടെ ഉള്ള ഒരു മാട്രിക്സ്, ആ മാട്രിക്സിലാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്, ബഹുക്രമതയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോ നമ്മളിപ്പോ ഞാനെന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ ഞാൻ കാണുന്ന ലോകം, അല്ലെങ്കിൽ ഞാൻ ജീവിച്ചു പോകുന്ന ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എല്ലാം തന്നെ ഈ മാട്രിക്സ് ആണ്. അതിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് എന്നുള്ളതിനേക്കാളും ആ രൂപത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. സ്ഥാപനം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്
അതിനകത്ത് കൊണ്ട് ഫിക്സ് ചെയ്തിരിക്കുന്നതല്ല. അങ്ങനെയാണ് അതിന്റെ പ്രതിഷ്ഠ നിൽക്കുന്നത്. ഓക്കെ, അപ്പോ അത് ബഹുപാളികളാണ്. അതാ മനസ്സിലാക്കേണ്ടത്. നമ്മൾ കൂടായ വിന്യാസം എന്ന് പറയുമ്പോൾ, കൂടായ ആത്മം എന്ന് പറയുമ്പോൾ, ആ കൂട് എന്ന് പറയുന്നത് തന്നെ ഒന്നിനകത്ത് പറയുമ്പോൾ തന്നെ ബഹുപാളികളാണ്. അതിൽ തന്നെ വൈവിധ്യങ്ങളെ കുറിച്ച് നമ്മൾ ഇതിന് മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതായത് ഒന്നിനകത്തൊന്ന് എന്ന് പറയുമ്പോൾ, അമ്മയ്ക്ക് അകത്താണ് കുഞ്ഞ് അമ്മയിൽ നിന്ന് വെളിയിൽ വന്നു കഴിയുമ്പോൾ അപ്പോഴും ഭൗതികമായി വെളിയിൽ വന്നു, പക്ഷെ ആത്മീയമായിട്ട് അല്ലെങ്കിൽ മാനസികമായിട്ട് വീണ്ടും അകത്താണെന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. അപ്പൊ ഈ വിധത്തില് ഉള്ള ഒരു ക്രമീകരണമാണ് ഈ കൂടായ വിന്യാസത്തിനുള്ളത്. കൂടായ ആത്മത്തിനും ഇതുപോലെ തന്നെയാണ്. അപ്പോ അത് ബഹുപാളികളിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതില് ആത്മം അഥവാ സ്വയം നിർദ്ധാരണ ബോധം, ഇതൊരു നിർവചനമായിട്ട് വേണമെങ്കിൽ എടുക്കാട്ടോ. ആത്മം എന്ന് പറയുന്നത് സ്വയം നിർദ്ധാരണ ബോധമാണെന്ന് വേണമെങ്കിൽ എടുക്കാം. അത് ദൗത്യം നിർവഹിക്കുന്ന വ്യവസ്ഥയുടെ അകം സഹ പുറം വ്യവസ്ഥകളുടെ ആത്മങ്ങളോട് സദാ ഇണഞ്ഞിരിക്കുന്നു. ആത്മം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അതായത് സെൽഫ് ഓർഗനൈസിങ് കേപ്പബിലിറ്റിയാണ്. ദ സെൻസ് ഓഫ് സെൽഫ് ഓർഗനൈസിങ് ആണ് ആത്മം എന്ന് പറയുന്നത്. അപ്പോ അത് കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ജീവനാണ്. അങ്ങനെ ആ ജീവന് പ്രവർത്തിക്കാൻ വേണ്ടുന്ന ബോധമാണ്, സ്വയം നിർദ്ധാരണത്തിനുള്ള ബോധമാണ് ഈ ആത്മാവ് എന്ന് പറയുന്നത്. അത് എവിടെയാണോ ദൗത്യം നിർവഹിക്കുന്നത്. ഇപ്പൊ എന്റെ ശരീരത്തിലാണെങ്കിൽ എന്റെ ശരീരത്തില് അതിന്റെ അകം വ്യവസ്ഥയുമായിട്ട്, എന്റെ ആന്തരിക ലോകമുണ്ടല്ലോ, അതിന്റെ അകം വ്യവസ്ഥകൾ, എന്റെ അവയവങ്ങൾ, കലകൾ, കോശങ്ങൾ എന്ന് പറയുന്ന ആ എന്റെ അകം വ്യവസ്ഥകളുമായിട്ടും സഹവ്യവസ്ഥകളായിട്ട്, ഇപ്പൊ നിങ്ങളുമൊക്കെ ആയിട്ട്, എന്റെ സമൂഹം, എന്റെ പരിസരം എന്നിവയുമായിട്ട്, അതുപോലെ തന്നെ എന്റെ പുറം വ്യവസ്ഥകളായിട്ട്, ഭൂമി, പ്രപഞ്ചം എന്ന് പറയുന്ന ആ ഒരു സംവിധാനവുമായിട്ട് സദാ ഇണഞ്ഞിരിക്കുന്നു. അവയുടെ ആത്മങ്ങളോട്, അവയുടെ ബോധത്തോട് സദാ ഇണഞ്ഞിരിക്കുന്നു. അവയോട് ചേർന്നാണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇണഞ്ഞിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പോയി കോണ്ടാക്ട് ചെയ്യുന്നു എന്നല്ല. നമുക്ക് ഈ ഭക്തി ഇടയ്ക്ക് ആളുകൾക്ക് വരുമല്ലോ. ഇങ്ങനെ ജീവിച്ചു പോകുന്ന സമയത്ത് എന്തെങ്കിലും കുഴപ്പം വരുന്ന സമയത്ത് ഓടിപ്പോയി ഭക്തി വരും, ഉടനെ പോയി ദൈവത്തെ കണക്ട് ചെയ്യും, പിന്നെ തിരിച്ചു വന്നിട്ട് സാധാരണ കാര്യങ്ങളിലൂടെ കടന്നു പോകും. വീണ്ടും ഭക്തി വരുമ്പോൾ വീണ്ടും പോയി കണക്ട് ആവാം. അങ്ങനെയല്ല. ഇവിടെ ഈ ബോധം, എന്റെ ബോധം എന്ന് പറയുന്നത് പരമമായ ബോധത്തോടും ആന്തരിക ബോധത്തോടും സഹബോധങ്ങളോടും നിരന്തരമായി ബന്ധത്തിലാണ്. ഈ ആത്മം എന്ന് പറയുന്നത് സ്വയം നിർദ്ധാരണ ബോധമാണ്. അപ്പോൾ എന്റെ ആത്മം എന്റെ അകം സഹ ബാഹ്യ ബോധങ്ങളോട് ഇണഞ്ഞിരിക്കുന്നു. അതിനോട് ചേർന്നാണ് ഇത് മെടഞ്ഞു വെച്ചിട്ടുള്ളത്. ഇതിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് തന്നെ അങ്ങനെയാണ്. അപ്പൊ ഇപ്പൊ ആത്മത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഭൗതികമായ പ്രാതിഭാസികമായ നമ്മളെ കോസ്മിക് പെന്റാക്കൾ അനുസരിച്ച് പറയുന്ന വിവിധ രൂപങ്ങളെ കുറിച്ച് പറയേണ്ടതുണ്ട്. അപ്പോൾ അതിന്റെ ശരീരം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ എന്നുള്ള വ്യവസ്ഥയാണെങ്കിൽ എന്റെ ശരീരം എന്ന് പറയുന്നത് വിഭവ രൂപത്തിൽ ബാഹ്യ പാളികളോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാൻ എന്റെ പുറം ലോകത്ത് നിന്നും വിഭവങ്ങളെയാണ് സ്വീകരിക്കുന്നത്. കർമ്മരൂപത്തിൽ ആണ് സഹപാളികളോട് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ നിങ്ങളോടെല്ലാം കണക്ട് ചെയ്ത് എന്റെ പരിസരത്തോട് കണക്ട് ചെയ്യുന്നത് എന്റെ കർമ്മങ്ങൾ വഴിയാണ്. എന്റെ അകം ലോകത്തോട് ഞാൻ കണക്ട് ചെയ്യുന്നത് പോഷണത്തിന്റെ രൂപത്തിലാണ്. അകത്തെ പോഷണം, ആ പോഷണത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ള രീതിയിൽ ആ ബന്ധത്തിലാണ്. അപ്പൊ ഇത്തരത്തിലാണ് ഒരു ഭൗതിക ബന്ധം എനിക്ക് എന്റെ അകം പുറം സഹവ്യവസ്ഥകളോട് നിലനിൽക്കുന്നത്. അങ്ങനെയാണ് ഭൗതിക വിനിമയം സംഭവിക്കുന്നത്. ഇനി ധർമ്മം എന്ന് പറയുന്ന ഒരു കാര്യം നോക്കുകയാണെങ്കിലോ, അകവുമായിട്ട്, എന്റെ അകം ലോകവുമായിട്ട് ചോദനാരൂപത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. എന്റെ ധർമ്മം എന്ന് പറയുന്നത് എന്റെ അകം ലോകവുമായിട്ട് ചോദനാരൂപത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. എന്റെ പരിസരവുമായിട്ട് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള പെരുമാറ്റത്തിന്റെ രൂപത്തിൽ കണക്ട് ചെയ്തിരിക്കുന്നു. പുറം ലോകവുമായിട്ട് നിയതിയുടെ രൂപത്തിൽ കണക്ട് ചെയ്തിരിക്കുന്നു. നിയതി എന്ന് പറയുന്നത് ഉപരിവ്യവസ്ഥയുടെ മനസ്സിനെയാണ്. അപ്പൊ ധർമ്മവ്യവസ്ഥ എന്ന് പറയുന്നതാണ് മനസ്സെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ എന്റെ ഉള്ളിലെ അല്ലെങ്കിൽ എന്റെ ശരീരത്തിലെ ഞാനെന്നുള്ള സത്തയുടെ, ഞാനെന്നുള്ള വ്യവസ്ഥയുടെ ധർമ്മം എന്ന് പറയുന്നത് എന്റെ അകത്തെ ലോകവുമായിട്ട് ചോദനയുടെ രൂപത്തിലും എന്റെ വശത്തുള്ള അവയുമായിട്ട് പെരുമാറ്റ രൂപത്തിലും പുറവുമായിട്ട്, പുറം ലോകവുമായിട്ട്, പുറം ലോകം എന്ന് വെച്ചാൽ ഉപരിവ്യവസ്ഥയുമായിട്ട് നിയതിയുടെ രൂപത്തിലും ബന്ധത്തിലായിരിക്കുന്നു. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ ഭൗതിക രൂപം, പ്രതിഭാസ രൂപം, അതാണ് ഇപ്പൊ നമ്മൾ ആത്മ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ മാനസരൂപം എന്ന് പറയുന്ന ഇവയിലെല്ലാം ഇത് പരസ്പരം ഇണഞ്ഞാണ് നിൽക്കുന്നത്. ഇണഞ്ഞെന്ന് വെച്ചാൽ പരസ്പരം ചേർത്തു മെടഞ്ഞ പോലെയാണ് നിൽക്കുന്നത്.
അപ്പോ കാര്യകാരണ കാലബന്ധങ്ങളുടെ ശ്രേണിക്രമത്തിനും അതീതമായ ഈ ആത്മ ശരീര ധർമ്മമാനങ്ങൾ ഒന്നു ചേർന്ന ബഹുക്രമ ബാന്ധവമാണ് സ്വത്വത്തിന്റെയും പ്രപഞ്ചത്തിന്റെയും ഏകത്വം. ഇവയെല്ലാം കൂടെ ചേർന്നിട്ട്, അതായത് ഇതിന്റെ ഭൗതിക രൂപം, ഇതിന്റെ മനോരൂപം, ഇതിന്റെ പ്രതിഭാസ രൂപം, ഇവയെല്ലാം കൂടെ ചേർന്നിട്ട് അത് കാര്യകാരണ കാലബന്ധങ്ങളുടെ ശ്രേണീക്രമത്തിനും അപ്പുറത്ത്, അതായത് ഇങ്ങനെ കുറെ പ്രവൃത്തികളുണ്ടായി, എന്റെ മനസ്സിങ്ങനെ ചിന്തിച്ചത് കൊണ്ട് ഇന്നതുണ്ടായി എന്നുള്ളതല്ല. ഇന്നതുണ്ടാകാൻ വേണ്ടി, അതായത് എനിക്ക് കഷ്ടകാലം ഉണ്ടാകും, എനിക്കൊരു അപകടം ഉണ്ടാകാൻ വേണ്ടി എനിക്ക് ചിലപ്പോൾ വാഹനം ഓവർടേക്ക് ചെയ്യിക്കാൻ എനിക്ക് തോന്നും. ആ തോന്നൽ ഉരുവാകുക എന്നുള്ളത് ആ സംഭവത്തിന് വേണ്ടിയാണെന്നുള്ള രീതിയിലുള്ള ഒരു കാര്യകാരണ ബന്ധമുണ്ട്. അപ്പോ ഈ വിധത്തില് എല്ലാം ഈ കാര്യകാരണ കാല ബന്ധങ്ങളുടെ ശ്രേണീക്രമത്തെ ലംഘിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിനെ റീഡിഫൈൻ ചെയ്യുന്നതാണ്. അതിനും അതീതമായി ഈ ആത്മശരീര ധർമ്മങ്ങൾ, ആത്മം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, ധർമ്മം, ശരീരം എന്താണ്, ധർമ്മമാനം. ഈ മാനങ്ങൾ ഒന്നു ചേർന്ന ബഹുക്രമ ബാന്ധവം, വ്യത്യസ്ത രീതിയിലുള്ള ബാന്ധവം. ആദ്യം പറഞ്ഞ മാട്രിക്സിനെ കുറിച്ച് ആലോചിക്കുക. അപ്പോ ഭൗതികമായിട്ടുള്ളതൊന്ന്, അത് അല്ലെങ്കിൽ മറ്റേ പരിണാമ ശ്രേണിക്കനുസരിച്ച് ഒന്ന്, അതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരമ്പരയുടെ ശ്രേണിക്കനുസരിച്ച് പലതരം ശ്രേണികൾ നമുക്ക് ഇതിനെ കണ്ടെത്താൻ പറ്റും. പക്ഷെ ഇവയെല്ലാം കൂടെ ചേർന്ന ഒരു മാട്രിക്സിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഈ മാട്രിക്സ് എന്ന് പറയുമ്പോൾ അത് ബഹുക്രമമാണ്, പല ക്രമങ്ങളാണ്. ഈ പല ക്രമങ്ങൾ ചേർന്ന ബാന്ധവമാണ് ഞാൻ എന്നുള്ള സ്വത്വത്തിന്റെയും പ്രപഞ്ചം എന്നുള്ള സംവിധാനത്തിന്റെയും ഏകത്വം അഥവാ സിംഗുലാരിറ്റി എന്നുള്ളതിനെ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല, പ്രപഞ്ചത്തിന്റെ അകത്ത് ഞാൻ വേറിട്ടൊരു സത്യമായിട്ട് നിൽക്കുന്നില്ല, നിൽക്കാൻ കഴിയില്ല. എന്റെ ആത്മത്തിന് പ്രപഞ്ചം എന്നുള്ള ആത്മത്തിൽ നിന്നും വേറിട്ട് നിൽക്കാൻ കഴിയില്ല. ഇതെല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ നമ്മൾ ആത്മത്തെ കുറിച്ച് പറയുമ്പോൾ ആത്മത്തെ കുറിച്ച് മാത്രമായിട്ട് പറയാൻ കഴിയില്ല. ആത്മം എന്നുള്ളത് ശരീരവുമായി ബന്ധപ്പെട്ടതാണ്, അത് മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. ഇതിനൊരു സ്വതന്ത്ര അസ്തിത്വം ഉണ്ട് എന്നുള്ള, അതായത് മരിക്കുമ്പോൾ ചാടി വെളിയിലേക്ക് പോകുന്ന ആ ഒന്നല്ല, ഇവയെല്ലാം ചേർന്നിരിക്കുന്ന ഒന്നാണ്. അത് പ്രത്യേക കാലത്ത് രൂപീകരിച്ച് കൊണ്ടുവന്ന് ഇവിടെ തൽക്കാലത്തേക്ക് ഉപയോഗിക്കുന്ന ഒന്നല്ല, അത് നിരന്തരമാണ്. അത് ആ സിംഗുലർ ആയിട്ടുള്ള ആ ഒരു സംവിധാനത്തിന്റെ ഭാഗമാണ്. അത് ഓരോ സമയത്ത് പ്രത്യക്ഷമാകുന്നതാണ് എന്ന രീതിയിൽ ഈ ആത്മത്തെ ബോധ്യപ്പെടണം എന്നുള്ളതാണ് കൂടായ ആത്മം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൂടായ ആത്മം അതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഏകതയാണ്. ഏകത എന്ന് പറയുമ്പോൾ ഏക ശരീരം എന്ന് മാത്രമല്ല, ഏക മനമാണ്, ഏകധർമ്മമാണ്, ഏക വിനിമയമാണ്, ഏക ഉദ്ദേശ്യമാണ്. അതിനുവേണ്ടിയുള്ള ഒരുമിച്ചുള്ള ഏകതയിലുള്ള പ്രവർത്തനമാണ് അത് മുൻപോട്ട് വയ്ക്കുന്നത്. അപ്പോ ഈ കൂടായ ആത്മത്തിന്റെ ലക്ഷ്യം തന്നെ ഈ ഏകതയാണ്. ആ ഏകതയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പ്രപഞ്ചത്തിൽ കണ്ടുവരുന്ന, പ്രപഞ്ചം ഉരുവാക്കിയെന്ന് പറയാൻ കഴിയില്ല, പ്രപഞ്ചത്തിൽ കണ്ടുവരുന്ന സ്വയം നിർദ്ധാരണ ബോധത്തെയാണ് നമ്മൾ ആത്മം എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇത് ഈ പാരമ്പര്യ വിശ്വാസപ്രകാരമുള്ള ആത്മം പോലെയല്ല. ഇതിന് ഭൗതികേതര ധർമ്മപരമാനങ്ങളോട് കണക്ട് ചെയ്ത് ഇത് വായിക്കാൻ പറ്റും. സ്വതന്ത്രമായിട്ടുള്ള അസ്തിത്വം ഇതിനില്ല. അതുപോലെ തന്നെ സയന്റിസ്റ്റിക് സ്പിരിറ്റ് പറയുന്നത് പോലെ ഇതിന്റെ ഒരു യൂട്ടിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാഴ്ചയല്ല ഇതിനുള്ളത്. ഇക്കോ സ്പിരിറ്റ് പറയുന്നത് പോലെ പ്രാകൃതികമായിട്ടുള്ള അവസ്ഥയിലുള്ളത് മാത്രമല്ല, ഇത് ഇന്റഗ്രേറ്റഡ് ആണ്. ഈ നെസ്റ്റഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് ആണ്. ഈ അളവിലേക്ക്, അതായത് പാഗനിസം ഒക്കെ പറയുന്ന ഇക്കോ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. പാഗനിസം എന്ന് വെച്ചാൽ പ്രകൃതി കേന്ദ്രിതമായിട്ടുള്ള സ്പിരിച്വാലിറ്റി പറയുന്ന ഒരു അവസ്ഥ. ആ അവസ്ഥയ്ക്കും അപ്പുറത്ത് നമ്മൾ ഇവിടെ പറയുന്ന ഇക്കോ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഈ നെസ്റ്റഡ് സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഇവയെല്ലാം കൂടെ ചേർന്ന് കൊണ്ടുള്ള ഒരവസ്ഥയാണ്. ഇതൊരു ആത്മത്തിന് മാത്രമായിട്ടൊരു നിലയോ നിലനിൽപ്പോ ഇല്ല. എല്ലാം കൂടെ ചേർന്നുകൊണ്ട് മാത്രമേ നിലനിൽക്കാൻ കഴിയുള്ളൂ. നിലനിൽക്കുക എന്നുള്ളൊരവസ്ഥ അതൊരു ഒരു കാലികമായിട്ടുള്ള ഒരു അവസ്ഥയുമല്ല, അത് ഒരു നിരന്തരമായിട്ടുള്ള പ്രക്രിയയിൽ നിരന്തരമായി സംഭവിക്കുന്ന ഒരു ഒന്നാണ്. അത് നിരന്തരമായി നിലനിൽക്കുന്നു, അതെങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇവയെല്ലാം വെവ്വേറെ ഇടങ്ങളായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ബൗദ്ധിക ശേഷിയുടെ പരിമിതി കൊണ്ടാണ്. സത്യത്തിൽ ഇവയെല്ലാം ഒന്നു തന്നെയാണ്, വിവിധ പ്രദേശങ്ങളിലായി ക്രമീകരിക്കപ്പെട്ടതായി അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. അതിനകത്ത് നാം എങ്ങനെ
ഇതിനെ കാണുന്നു, വേറെയായി കാണുന്നുവോ, അങ്ങനെ നമുക്ക് കാണപ്പെടും. പക്ഷെ ഇവയെല്ലാം ഏകമാണ്, ഏകാത്മകമാണ്, ഏകധർമ്മമാണ്. ആ ഏകധർമ്മത്തെയാണ് കൂടായാത്മം വെളിപ്പെടുത്തുന്നത്. അപ്പൊ ഈ ഇടത്ത് നിന്ന് വേണം ഇക്കോ സ്പിരിച്വാലിറ്റിയെ നമ്മൾ ബോധ്യപ്പെടേണ്ടത് എന്നാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇക്കോ സ്പിരിച്വാലിറ്റിയുടെ മറ്റു മാനങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. അതുവരേക്കും നിങ്ങളുടെ ജീവിതത്തെ വെച്ചുകൊണ്ട് കൂടായ ആത്മത്തെ, അതിന്റെ ത്രിമാനത്വത്തെ കൃത്യമായിട്ട് ബോധ്യപ്പെടുക എന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.